നമസ്കാരം. തലേക്കൂതൽ പേരിൻ്റെ ശബ്ദം തന്നെ മനോഹരമെന്ന് തോന്നിയേക്കാം. എണ്ണ തേച്ചുള്ള കുളി എന്നർത്ഥം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് വിരുദുനഗർ ജില്ലയിലെ റെഡിയാർപെട്ടി, ലക്ഷ്മിപുരം മണ്ഡപശാല, മധുര ജില്ലയിലെ ഉശിലംപട്ടി, ആണ്ടിപ്പട്ടി എന്നിവിടങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ പതിവായി അരങ്ങേറുകയാണ്. മുൻകാലത്ത് ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് ഈ ചടങ്ങ് നടത്തിയിരുന്നത്. ഇപ്പോൾ വളരെ രഹസ്യമായാണ് ഈ കൊലപാതകങ്ങൾ നടപ്പിലാക്കുന്നത്. വൃദ്ധരായ മാതാപിതാക്കളെ മക്കളും ബന്ധുക്കളും ചേർന്ന് നിർബന്ധിതരാക്കി ദയാവധം എന്ന പേരിൽ കൊല്ലുകയാണ് ഈ ദുരാചാരത്തിന്റെ അടിസ്ഥാനം. പല കുടുംബങ്ങളിലും പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ട സാമ്പത്തിക സംരക്ഷണം നൽകാനുള്ള ശേഷി കുറഞ്ഞിരിക്കുന്നു. ചിലർക്ക് രോഗീ പരിചരണവും മരുന്നുകളും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാലാണ് ഇവരെ പുണ്യം എന്ന പേരിൽ മരണത്തിലേക്ക് നയിക്കുന്ന ഈ ആചാരം നടത്തുന്നത്. ഈ ആചാരങ്ങൾ ഇപ്പോഴും രഹസ്യമായി നടന്നു വരുന്നുണ്ട്. ക്രൂരമായ നടപടികളാണ് തലേക്കൂതലിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കുട്ടികളും ബന്ധുക്കളും പ്രായമായ മാതാപിതാക്കളെ കട്ടിലിൽ എഴുന്നേൽപ്പിച്ചിരുത്തി മണിക്കൂറുകളോളം എണ്ണ തലയിൽ തേച്ച് കുളിപ്പിക്കും. പിന്നീട് തണുത്ത വെള്ളം ഒഴിക്കുന്നു. കരിക്കും വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നു. പനി, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ സൃഷ്ടിച്ച് മരണമടയാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നടത്തുന്നതിനായി 26ഓളം വ്യത്യസ്ത രീതികൾ ഇവർ ഉപയോഗിക്കുന്നു. വെള്ളത്തിൽ മണ്ണ് കലക്കി കുടിപ്പിക്കുക, മൂക്കടച്ച് പാൽ കുടിപ്പിക്കുക, മൂക്കിലേക്ക് പശുവിൻ പാൽ ഒഴിച്ച് ശ്വാസതടസ്സം സൃഷ്ടിക്കുക, കീടനാശിനി, വിഷം തുടങ്ങിയ രാസവസ്തുക്കൾ കലക്കി നൽകുക. പ്രദേശത്തെ പ്രായമായവരെ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും രഹസ്യമായി നടത്തിയ കൊലപാതകങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനാവാത്ത രീതിയിലാണ് നടക്കുന്നത്. തലേക്കൂതൽ പോലുള്ള ആചാരങ്ങൾ പതിവായിരിക്കുന്ന കാലത്ത് ഗ്രാമത്തിലെ ബന്ധുക്കളും സമൂഹവും പങ്കെടുത്ത ചടങ്ങുകളായിരുന്നു. എന്നാൽ പ്രായം, രോഗം, സാമ്പത്തിക തളർച്ച എന്നീ ഘടകങ്ങൾ ചേർന്ന് ഇത്തരം പ്രവണതകൾ കൂടുതൽ ക്രൂരതയുള്ള രൂപത്തിലേക്ക് മാറി. വൈകിയ കാലഘട്ടത്തിൽ മരുന്നുകളും വിഷങ്ങളും ഉപയോഗിച്ച് ആചാരങ്ങൾ നടപ്പാക്കുന്നത് സമൂഹത്തിന്റെ നീതിക്കും ബോധത്തിനും വലിയ വെല്ലുവിളിയാണ്. തമിഴ്നാട് സർക്കാർ ഇടപെടൽ നടത്തിയിട്ടും കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും കുറ്റവാളികളെ ശിക്ഷിക്കാനും കഴിയാത്തത് വലിയ പ്രശ്നവുമാണ്. തലേക്കൂതൽ പോലുള്ള ആചാരങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ നിയമം ആവശ്യമാണ്. സർക്കാർ, സിവിൽ സൊസൈറ്റി, നാട്ടുകാർ ഇവരെല്ലാം ചേർന്ന് പ്രായമായവരെ ഭീഷണിയില്ലാതെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹിക ഘടന സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രായമായവരുടെ അവകാശങ്ങൾ ലംഘിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന ഈ പ്രവണത സാമൂഹിക, സാമ്പത്തിക, മാനസിക, നിയമപരമായ വശങ്ങളിൽ വലിയ വെല്ലുവിളിയാണ്. ഇത്തരം പ്രായോഗിക വിഷയങ്ങൾ തുറന്ന് സംസാരിക്കപ്പെടണം. സമൂഹം, ഭരണകൂടം, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവ ഒത്തുചേരണം. വൃദ്ധരായവർക്ക് സ്നേഹത്തോടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റം കൊണ്ടുവരണം. ഇത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.